പോയ വ്യക്തിയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമം. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. അമേരിക്കൻ പ്രസിഡന്റ് പോലും ഇടപെട്ടു. പക്ഷെ ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് സാൻ കേവിൽ അകപ്പെട്ട വില്യംസ് ഫ്ലോയ്ഡ് കോളിന്റെ യഥാർത്ഥ കഥയെ കുറിച്ചാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റോറിയിലോട്ട് പോവാം. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗുഹാ പരിവേഷകനായിരുന്നു വില്യംസ് ഫ്ലോയ്ഡ് കോളിൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ആദ്യമായിട്ട് ഗുഹയിൽ കയറിയിട്ട് ഗുഹയെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് അദ്ദേഹത്തിന്റെ 6 വയസ്സിലാണ്. അദ്ദേഹം ആദ്യമൊക്കെ ഗുഹയുടെ അകത്തോട്ട് കയറുമ്പോൾ അദ്ദേഹം ആദ്യം ചിന്തിച്ചിരുന്നത് പണ്ടത്തെ കാലത്ത് താമസിച്ചിരുന്ന അമേരിക്കക്കാരുടെ എന്തെങ്കിലും അവശിഷ്ടങ്ങളോ എന്തെങ്കിലും സാധനങ്ങളോ അതിന്റെ അകത്ത് നിന്നും കിട്ടിയേക്കാം, അത് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും മാർക്കറ്റ് ചെയ്യാം, ഫോറിനേഴ്സിന് വിൽക്കാം, ഒരുപാട് കാശ് സമ്പാദിക്കാം എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. അതിനു വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം എല്ലാ ഗുഹകളും കയറി പരിശോധിക്കുവാനും ഒക്കെ തുടങ്ങിയത്. പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി ഇതിലൂടെ അദ്ദേഹത്തിന് ഒരു വരുമാന മാർഗം ഉണ്ടാക്കാം. പുതിയ പുതിയ ഗുഹകൾ കണ്ടെത്താം. ഗുഹ കാണുന്നതിന് വേണ്ടി ഒരുപാട് ഫോറിനേഴ്സ് വരും, അവരെ കൂട്ടിക്കൊണ്ടുപോയി അതൊക്കെ കാണിച്ചു കൊടുക്കാം, അതിലൂടെ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്ന് അദ്ദേഹം വിചാരിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ സഹോദരന്മാരും കൂടി ചേർന്നിട്ട് ഒരുപാട് ഗുഹകൾ അവരെ കണ്ടെത്താൻ വേണ്ടി തുടങ്ങി. അങ്ങനെയിരിക്കെ അവര് കണ്ടെത്തിയതാണ് 1917 അവർ കണ്ടെത്തിയ ഒരു ഗുഹയാണ് ക്രിസ്റ്റൽ കേവ് എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് ആ ഒരു ഗുഹക്കകത്ത് ഒരുപാട് സാധ്യതകൾ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഒരുപാട് ക്യാഷ് ഉണ്ടാക്കാം, ഏൺ ചെയ്യാം എന്നൊക്കെ അവർക്ക് മനസ്സിലായി. പക്ഷെ ഇത് ഹൈവേയിൽ നിന്നും കുറച്ച് ഉള്ളിലോട്ടുള്ള ഒരു സ്പേസ് ആയിരുന്നു. അപ്പൊ ഫോറിനേഴ്സിനൊക്കെ തന്നെ വരുന്നതിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് ഫോറിനേഴ്സ് മാത്രമേ അങ്ങോട്ട് പോയിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ചിന്തിച്ചു ഹൈവേയിൽ നിന്നും കുറച്ച് അടുത്തായിട്ട് ഒരു ഗുഹ കണ്ടെത്താം, അപ്പൊ അവർക്ക് ഒന്നുകൂടി എളുപ്പമാവുമല്ലോ. അതിനുവേണ്ടി അദ്ദേഹവും വില്യംസ് ഫ്ലോയ്ഡും അദ്ദേഹത്തിന്റെ സഹോദരന്മാരും കൂടിയിട്ട് ഒരു പുതിയ ഗുഹ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ കർഷകരെയൊക്കെ തന്നെ കൂട്ടുപിടിച്ച് അവരുടെ സ്ഥലം ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ അവര് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹൈവേയുടെ തൊട്ടടുത്തുള്ള ഒരു 5 കിലോമീറ്റർ ദൂരം മാത്രമുള്ള ഒരു ചെറിയൊരു ഗുഹ കണ്ടെത്തി. ആ ഗുഹയുടെ പേരാണ് സാൻ കേവ് എന്ന് പറയുന്നത്. ഒരു ചെറിയ ഗുഹയാണ്, പക്ഷെ ഹൈവേയുടെ തൊട്ടടുത്ത് ആണ് എന്നുള്ളതാണ് ആ ഒരു ഗുഹയുടെ പ്രത്യേകത. അപ്പൊ അവിടുത്തെ ഏറ്റവും വലിയ ഗുഹ എന്ന് പറയുന്നത് മാമോത്ത് നാഷണൽ പാർക്കിലുള്ള മാമോത്ത് കേവ് ആണ്. ഏകദേശം ആ ഒരു കേവിന് 400 മൈൽസോളം നീളമുണ്ടാകും. അപ്പൊ ഈ ഒരു ഗുഹ ഇപ്പോഴും ആൾക്കാർ വന്നിട്ട് എക്സ്പ്ലോറേഷൻ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ അടുത്തായിട്ടാണ് ഈ സാൻ കേവ് വില്യംസ് ഫ്ലോയ്ഡും സഹോദരങ്ങളും കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ അവരുടെ വിചാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സാൻ കേവ് ഒന്നുകൂടി നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടാകാം, ഈ മാമൂത്ത് കേവിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു വഴി തുറന്നേക്കാം എന്നാണ് വില്യംസ് ഫ്ലോയ്ഡും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും വിചാരിച്ചിരുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ഗുഹ കണ്ടുപിടിക്കാൻ പറ്റും, ഇതിലൂടെ അവർക്ക് ഒരുപാട് പ്രോഫിറ്റ് കിട്ടും, ആ പ്രോഫിറ്റിൽ ഒരു ഭാഗം കർഷകർക്ക് കൊടുക്കാം എന്നൊക്കെയാണ് അവർ വിചാരിച്ചിരുന്നത്. അതിനു വേണ്ടിയിട്ട് തന്നെ അവരുടെ ഓരോ ദിവസവും ഉള്ള എക്സ്പ്ലോറേഷൻ അവർ തുടങ്ങി. 1924 അവസാനത്തിലും 1925 തുടക്കത്തിലുമായിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ അവർ ഡെയിലി പോവുകയും ഗുഹ എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യാൻ തുടങ്ങി. ഗുഹക്കകത്ത് അവർ കയറുന്ന സ്ഥലത്തൊക്കെ വീതി കൂട്ടാനായിട്ട് അവർ തുടങ്ങി. അങ്ങനെയിരിക്കെ 1925 ജനുവരി 30 10 മണിക്ക് സാൻ കേവിലോട്ട് നമ്മുടെ വില്യംസ് ഫ്ലോയ്ഡ് കയറുകയാണ്. അദ്ദേഹം കയറുന്ന സ്ഥലത്തൊക്കെ അദ്ദേഹം വീതി കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പിന്നീട് അദ്ദേഹം കുറച്ചുകൂടി ഉള്ളിലോട്ട് പോകുമ്പോൾ വീതി കുറഞ്ഞു വന്നു. അദ്ദേഹം ഒരു 150 അടിയോളം താഴത്തോട്ട് ഗുഹ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഉള്ളിലോട്ട് പോയി. അങ്ങനെ ഇരിക്കെ നല്ലൊരു ഇടുക്ക് കൂടി വന്നപ്പോ 9 ഇഞ്ച് ഇടുക്കുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹം വരികയും അവിടെ കുടുങ്ങുന്നത് പോലെ ആവുകയും ചെയ്തു. എങ്കിൽ പോലും അദ്ദേഹം കുറച്ചുകൂടി മുന്നോട്ട് പോയി. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു റാന്തൽ വിളക്കുണ്ടായിരുന്നു. ആ വിളക്കിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം കുറച്ചുകൂടി മുന്നോട്ട് പോയത്. അങ്ങനെ അദ്ദേഹം മുന്നോട്ട് പോയി കുറച്ചുള്ളിലോട്ട് പോയപ്പോ അദ്ദേഹം ഒരു വിശാലമായ സ്ഥലം കണ്ടു ഗുഹക്കകത്ത്. അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമായി. അദ്ദേഹം വീണ്ടും മുന്നോട്ട്
പോകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന വെളിച്ചം കെടാനായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം വിചാരിച്ചു ഇന്ന് തിരിച്ചു പോകാം, എന്നിട്ട് പിന്നീട് ഒരു ദിവസം വരാം അല്ലെങ്കിൽ നാളെ വരാം എന്ന് അദ്ദേഹം തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ച് ഗുഹയിൽ നിന്ന് പുറത്തോട്ട് വരാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. അങ്ങനെ ഇരിക്കെ അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത് ആ ഒരു ഇടുക്ക് 9 ഇഞ്ചുള്ള ഇടുക്കിൽ അദ്ദേഹം അത് ലോക്കായി. പക്ഷെ അദ്ദേഹത്തിന് പൂർവാധികം ശക്തിയെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന റാന്തലുകളൊക്കെ നിലത്ത് വീഴുകയും പൊട്ടുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം എങ്ങനെയാണ് ഗുഹയുടെ ഘടന എങ്ങനെയെന്ന് അദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഒന്നുകൂടി മുന്നോട്ട് കുറച്ചുകൂടി തുഴഞ്ഞു പോകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഒരു പാറക്കഷ്ണം അദ്ദേഹത്തിന്റെ കാലിൽ വന്ന് വീഴുകയാണ്. അദ്ദേഹത്തിന് പിന്നീട് അനങ്ങാൻ പറ്റാതെ ആ പാറക്കഷ്ണത്തിന് ഏകദേശം ഒരു 12 കിലോയോളം ഭാരമുണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു മുന്നോട്ട് പോകാൻ വേണ്ടി, പക്ഷെ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഒരുപാട് ആ പാറക്കഷ്ണം മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. അദ്ദേഹം വാവിട്ട് കരഞ്ഞു പുറത്താരെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആരും തന്നെ അദ്ദേഹത്തിന്റെ കരച്ചിൽ കേട്ടില്ല. അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ഇവിടെ പൂർണ്ണമായി ലോക്കായി കഴിഞ്ഞു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഒരുപാട് വിഷമിച്ചു, കരഞ്ഞു. അദ്ദേഹം ഏകദേശം 150 അടിയോളം താഴ്ചയിലാണ്, ഗുഹയുടെ അകത്താണ്. 50 അടിയോളം മണ്ണിന്റെ താഴെയാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം പൂർണ്ണമായും ലോക്കായി. അദ്ദേഹത്തിന് മനസ്സിലായി രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് ആർത്തു, പക്ഷെ ആരും തന്നെ കേട്ടില്ല. അങ്ങനെയിരിക്കെ വില്യംസ് ഫ്ലോയ്ഡ് ഗുഹക്കകത്തോട്ട് പോയത് കർഷകർക്ക് അറിയാമായിരുന്നു. അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് കാണാത്തതിനെ തുടർന്ന് കർഷകർ അങ്ങോട്ട് പോയി. അവിടെയെല്ലാം തിരഞ്ഞു നോക്കിയപ്പോൾ ഗുഹയുടെ മുൻഭാഗത്തായിട്ട് അദ്ദേഹത്തിന്റെ കോട്ട് അവർ കാണുകയാണ്. അപ്പൊ അവർക്ക് മനസ്സിലായി എന്തോ പറ്റിയിട്ടുണ്ട്, ഗുഹക്കകത്ത് അദ്ദേഹം ലോക്കായിരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലാവുകയും അവിടുത്തെ ആളുകളെ വിളിച്ചു കൂട്ടുകയും ചെയ്തു. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ
മരണമടഞ്ഞു. അദ്ദേഹത്തിന്റെ സഹോദരൻ ഒരുപാടധികം വിഷമമേറ്റ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. കടൽ നിർമ്മിച്ചു, മണ്ണ് മാറ്റാൻ ശ്രമിച്ചു, പാറ പൊട്ടിക്കാൻ ശ്രമിച്ചു, ഒന്നും നടന്നില്ല. അദ്ദേഹം ഒരുപാടധികം വിഷമിച്ചു. അദ്ദേഹത്തെ ആ ഒരു ഡെഡ് ബോഡി പോലും അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. പിന്നീട് അവർ ആ ഒരു പാറയും തടഞ്ഞും എല്ലാം ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തിട്ട് അദ്ദേഹത്തെ അവിടെ തന്നെ മറവ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ അന്ത്യകർമ്മങ്ങളൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ളൊരു വിഷമം അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ഒരു മാസത്തിന് ശേഷം വീണ്ടും അദ്ദേഹത്തിന്റെ സഹോദരൻ വീണ്ടും ആ ഒരു ഗുഹക്കകത്തോട്ട് പ്രവേശിക്കുകയും സ്വന്തം സഹോദരന്റെ അവശിഷ്ടങ്ങൾ ശേഖരിക്കുകയും പുറത്തു കൊണ്ടുവന്ന് മാന്യമായ രീതിയിൽ ചടങ്ങുകൾ നടത്തുകയും അദ്ദേഹത്തെ ആ ഒരു ഗുഹയുടെ ഫ്രണ്ടിൽ തന്നെ അടക്കം ചെയ്യുകയുമാണ് ചെയ്തത്. അപ്പൊ ഇതായിരുന്നു സാൻഡ് കേവിൽ അകപ്പെട്ടു പോയിട്ടുള്ള വില്യം ഫ്ലോയ്ഡിന്റെ ജീവിതകഥ എന്ന് പറയുന്നത്. അപ്പോ ഇതൊക്കെ ശരിക്കും ഉണ്ടായ ഒരു കഥയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കഥകൾ അറിയുന്നതിന് വേണ്ടിയിട്ടും ശരിക്കും ഉണ്ടായ സംഭവങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്റെ പുതിയ ചാനലാണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിവേ താങ്ക് യു.